പുഷ്കറിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയും എത്രയും പെട്ടെന്ന് ഇതേക്കുറിച്ച് വിവാദങ്ങൾ അവസാനിപ്പിക്കുകയും വേണമെന്നാണ് മന്ത്രി ശശി തരൂർ കത്തിലൂടെ ആവശ്യപ്പെട്ടത്. സുനന്ദയുടെ മരണത്തിന് ശേഷം തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യത്തെ ഔദ്യോഗിക പ്രതികരണം കൂടിയാണിത്. തരൂർ ദമ്പതികൾ തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വഴക്ക് നടന്നിരുന്നുവെന്നും സുനന്ദയുടെ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്നും പോലീസും ഡോക്ടർമാരും വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ വ്യാപകമായ കിംവദന്തികൾ പ്രചരിക്കാൻ തുടങ്ങിയതാണ് തരൂർ ഇങ്ങനൊരു ആവശ്യവുമായി രംഗത്തെത്തിയതിന്റെ കാരണം. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചില മാധ്യമങ്ങൾ തരൂരിനെതിരെ വ്യക്തിഹത്യ നടത്തുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിന് ആശങ്കയുണ്ട്. ഇതുകൊണ്ടാണ് അന്വേഷണത്തെ ബാധിക്കാത്ത വിധം മാധ്യമങ്ങൾക്ക് വിവരം ലഭ്യമാക്കണമെന്ന് കൂടി കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടത്. അസ്വാഭാവികമായ മരണമാണെന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ തരൂരിന് എന്തായാലും പോലീസിന്റെ അന്വേഷണം നേരിടാനുണ്ട്. നാളെ പുറത്തുവരുന്ന ആന്തരികാവയവ പരിശോധനാ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമേ കേസെടുക്കണമോ എന്ന കാര്യത്തിൽ പോലീസ് അന്തിമ തീരുമാനമെടുക്കൂ. സുനന്ദയുടെ മരണം വിഷം അകത്തു ചെന്നതുകൊണ്ടാണോ എന്നറിയാനാണ് ഈ പരിശോധന നടക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രതികൂലമാവുകയാണെങ്കിൽ തരൂർ കടുത്ത പ്രതിസന്ധിയിലേക്കാവും നീങ്ങുന്നത്. ആത്മഹത്യയല്ലാത്ത അസ്വാഭാവിക മരണമാണെങ്കിൽ അതിന്റെ സാഹചര്യം എന്തായിരുന്നുവെന്നും സുനന്ദയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന പരിക്കുകളെക്കുറിച്ചും വിശദീകരിക്കേണ്ട ചുമതല പോലീസിനുമുണ്ടാവും. സുനന്ദ അധികമായി കഴിച്ചുവെന്ന് പറയപ്പെടുന്ന മരുന്ന് ഇപ്പോഴത്തെ അളവിൽ മരണകാരണമാവില്ലെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി കേന്ദ്രങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയ ഈ മരണത്തിന്റെ ശരിയായ കാരണം നാളെ പുറത്തു പറയാനാവുമെന്ന പ്രതീക്ഷയാണ് ഡൽഹി പോലീസിന്. റഷീദുദ്ദീൻ, മീഡിയ 1, ന്യൂഡൽഹി.